ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫോണിലുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് എന്നീ ആപ്പുകളൊക്കെ നമ്മുടെ ഫോണിൽ നിന്ന് എങ്ങനെയാണ് ഹൈഡ് ചെയ്ത് വെക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിനായിട്ട് നമ്മുടെ ഫോണിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു വെക്കേണ്ടതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ഫോണിൽ എങ്ങനെയാണ് നമ്മുടെ സ്വകാര്യ ചാറ്റിംഗ് ആപ്പുകളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കേണ്ടതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ആൻഡ്രോയിഡ് വേർഷൻ 12 നമ്മൾ എങ്ങനെയാണ് അത് സെറ്റാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇപ്പോഴും ആൻഡ്രോയിഡ് വേർഷൻ 12 ഉപയോഗിക്കുന്ന ഫോണുള്ള എല്ലാവർക്കും ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ മുകളിലായിട്ട് ഈ വീഡിയോയുടെ മുകളിലായിട്ട് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇപ്പം കാണാവുന്നതാണ്. പഴയ വേർഷൻ 12, 13, 14 എന്നീ വേർഷനിലുള്ള ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് ഈ മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ പ്രസ് ചെയ്യുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. എന്നാൽ ഈ ഒരു പുതിയ വീഡിയോയിൽ ആൻഡ്രോയിഡ് 15 ഉപയോഗിക്കുന്ന ഏറ്റവും പുതിയ വേർഷനുള്ള ഫോണുകളിൽ നമ്മൾ എങ്ങനെയാണ് ആപ്പ് ഹൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ വേർഷനായ ആൻഡ്രോയിഡ് 15 ഉപയോഗിക്കുന്നവർ ഈ വീഡിയോ കാണുക. ആൻഡ്രോയിഡ് 12നെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസങ്ങൾ ആൻഡ്രോയിഡ് 15 വന്നിട്ടുണ്ട്. നമ്മുടെ ഫോണിലുള്ള ഏതൊരു ആപ്പും നമുക്കിതുപോലെ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ഹൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള ആൻഡ്രോയിഡ് ആപ്പ് എങ്ങനെയാണ് നമുക്ക് ഹൈഡ് ചെയ്യുക, അതിനുള്ള സെറ്റിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ആദ്യമേ ഹൈഡ് ചെയ്യുന്നത് നമ്മുടെ ഫോണിലുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടാണ്. നമുക്കിവിടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ ആപ്പ് നമുക്ക് ഇവിടെ നിന്ന് ഹൈഡ് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് ആദ്യമേ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ എൻ്റെ ഫോണിലെ സെറ്റിങ്സ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ താഴെ നമുക്ക് കാണാവുന്നതാണ് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് വരുന്നതാണ്. ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇടയ്ക്ക് വെച്ച് കണ്ടിട്ട് പോകരുത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കാണുക. ഈ ഒരു വിൻഡോയിലേക്ക് വന്നതിന് ശേഷം മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെയായിട്ട് അടുത്ത ഓപ്ഷൻ കാണാവുന്നതാണ്. പ്രൈവസി ആൻഡ് ആപ്പ് എൻക്രിപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വിൻഡോയിലേക്ക് പോകുന്നതാണ്. ഓരോ സ്റ്റെപ്പും നമ്മൾ മറക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അടുത്ത ഇങ്ങനൊരു വിൻഡോയിലേക്ക് വരികയാണ്. ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്യാനുള്ള പാസ്വേഡാണ് കൊടുക്കേണ്ടത്. ചിലപ്പോൾ ഫിംഗർ പ്രിൻ്റ് ആയിരിക്കും കൊടുക്കേണ്ടത്, ചിലരൊക്കെ പാറ്റേൺ ലോക്ക് ആയിരിക്കും കൊടുക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ഫോണിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു പാസ്വേഡാണ് ഇവിടെയും കൊടുക്കേണ്ടത്. സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും നിങ്ങൾ കാണുക. എന്തായാലും ഞാനിവിടെ പാസ്വേഡ് കൊടുക്കുകയാണ്. പാസ്വേഡ് കൊടുക്കുന്നതോടുകൂടി ഇങ്ങനൊരു വിൻഡോയിലേക്ക് നമ്മൾ വരുന്നതാണ്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് 2 ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഒന്നാമത്തത് ആപ്പ് എൻക്രിപ്ഷൻ എന്നുള്ളതാണ്. രണ്ടാമത്തത് ആപ്പ് ഹൈഡിങ് എന്നുള്ളതാണ്. ഇതിൽ ആപ്പ് ഹൈഡിങ് എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നതാണ്. ഇവിടെ കാണുന്ന 2 ഓപ്ഷനുകൾ നമ്മൾ ആദ്യമേ എനേബിൾ ചെയ്തിടേണ്ടതാണ്. ഞാനിവിടെ ഓൾറെഡി എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇതിലെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വ്യൂ ഹിഡൻ ആപ്സ് എന്നുള്ളതാണ്. ഇത് നമ്മൾ ഹൈഡ് ചെയ്ത ആപ്പിനെ നമുക്ക് കാണാനുള്ള സൗകര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ഇത് നമ്മൾ എനേബിൾ ചെയ്തിടേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഹൈഡ് ചെയ്ത ആപ്പിനെ കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നതുമാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷനായ വെരിഫൈ പ്രൈവസി പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തിടേണ്ടതാണ്. നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മുടെ ആപ്പുകളൊക്കെ ഹൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പാസ്വേഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ ഫോണിൽ സാധാരണയായി ഉപയോഗിക്കുന്ന പാസ്വേഡ് തന്നെയാണ് കൊടുക്കേണ്ടത്. ഒന്നെങ്കിൽ ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ പാറ്റേൺ ലോക്ക്, ഇതിലേതെങ്കിലും കൊടുത്ത് നമ്മൾ ഓരോ പ്രാവശ്യവും കയറുമ്പോൾ നമ്മളിത് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോണിൻ്റെ ഉടമസ്ഥൻ തന്നെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ്. ഇനി നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏതൊക്കെ ആപ്പുകൾ നമുക്ക് ഹൈഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കാണുന്ന ഏത് ആപ്പ് വേണമെങ്കിലും നമുക്ക് ഹൈഡ് ചെയ്യാവുന്നതാണ്. ഓരോ ആപ്പിൻ്റെയും നേരെ കാണുന്ന ആ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആപ്പ് നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർഫേസിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് ഹൈഡ് ചെയ്യുന്നത് എൻ്റെ ഫേസ്ബുക്കിൻ്റെ ആപ്പാണ്. ഫേസ്ബുക്ക് ആപ്പിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടുള്ള ആ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു പോപ്പ് വിൻഡോ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഹൈഡ് ഫേസ്ബുക്ക് എന്നുള്ള ഈ ഒരു പോപ്പ് വിൻഡോയിൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കൺഫേം എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ആപ്പ് നമ്മുടെ ഫോണിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതാണ്, അതായത് ഹൈഡ് ആകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ ആപ്പ് നമ്മുടെ ഫോണിൽ നിന്ന് ഹൈഡ് ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാവുന്നതാണ്. ഈ ഒരു സെറ്റിങ്സിൽ നിന്ന് നമുക്കൊന്ന് പുറത്തോട്ട് വരാം. അപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ ഓരോ സ്റ്റെപ്പും പുറകോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫോണിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ ആപ്പ് അപ്രത്യക്ഷമായിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനിയുള്ളത് വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമുമാണ്. നമുക്കിനി വാട്സാപ്പ് ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കാം. അതിനായിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വരുന്ന വിൻഡോയിൽ മുകളിലേക്ക് അല്പം സ്ക്രോൾ ചെയ്യുക. അപ്പോൾ അടുത്ത് വരുന്ന ഓപ്ഷൻ പ്രൈവസി ആൻഡ് ആപ്പ് എൻക്രിപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷനാണ്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ മൊബൈലിൻ്റെ പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് വരുന്ന വിൻഡോയിൽ ആപ്പ് ഹൈഡിങ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ അടുത്ത വിൻഡോയിലേക്ക് വരുന്നതാണ്. ഇവിടെ നമ്മൾ നേരത്തെ വന്ന അതേ വിൻഡോ തന്നെ നമ്മളിവിടെ വാട്സാപ്പാണ് ഇനി ഇവിടെ ഹൈഡ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ വാട്സാപ്പിനെ കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക, വാട്സാപ്പിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ആ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ കൺഫേം കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് വാട്സാപ്പും ഹൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓരോ സെറ്റിങ്സിൽ നിന്ന് പുറകോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ സ്ക്രീനിൽ നിന്നും വാട്സാപ്പിൻ്റെ ആപ്പ് ഹൈഡ് ആയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഇവിടെ വാട്സാപ്പും ഹൈഡ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് ഹൈഡ് ആക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വിൻഡോയിലേക്ക് വരുമ്പോൾ പ്രൈവസി ആൻഡ് ആപ്പ് എൻക്രിപ്ഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വിൻഡോയിൽ നമ്മൾ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത വിൻഡോയിലേക്ക് പോകുന്നതാണ്. അവിടെ നമ്മൾ ആപ്പ് ഹൈഡിങ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഹൈഡ് ചെയ്യാനുള്ളത് ഇനി ഇൻസ്റ്റാഗ്രാമാണ്. അവിടെ നമ്മൾ ആപ്പ് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഒരു പോപ്പ് വിൻഡോ വരുന്നതാണ്. ആ പോപ്പ് വിൻഡോയിൽ കൺഫേം ബട്ടൺ പ്രസ് ചെയ്യുക. ഇതോടുകൂടി ഇൻസ്റ്റാഗ്രാമും നമ്മുടെ ഫോണിൽ നിന്ന് ഹൈഡ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഫോണിൻ്റെ സ്ക്രീനിൽ വന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ഇൻസ്റ്റാഗ്രാമും ഹൈഡ് ആയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഹൈഡായ ആപ്പുകളൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതും കൂടെ കാണിച്ചില്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും കൺഫ്യൂഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. അതിനായിട്ട് നമ്മൾ നമ്മുടെ ഫോണിലെ ആപ്പ് ഹൈഡ് ആക്കാനായിട്ട് പോയ അതേ സെറ്റിങ്സിലേക്ക് തന്നെ നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. താഴെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരുന്നതാണ്. മുകളിലേക്ക് ഒന്ന് അല്പം സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ പ്രൈവസി ആൻഡ് ആപ്പ് എൻക്രിപ്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പാസ്വേഡ് കൊടുക്കണം. പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരുന്നതാണ്. ഇവിടെ ആപ്പ് ഹൈഡിങ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. നമ്മളിവിടെ ഹൈഡ് ചെയ്തിരിക്കുന്ന ആപ്പുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഹൈഡ് ചെയ്ത ആപ്പിനെ നമ്മളൊന്ന് അൺബ്ലോക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു ആപ്പ് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് വരുന്നതാണ്. ഇവിടെ നമ്മൾ ആദ്യമേ അൺഹൈഡ് ചെയ്യുന്നത് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ആപ്പാണ്. ആ ഒരു ആപ്പിൻ്റെ നേരെ ഇപ്പുറത്തായിട്ട് കാണുന്ന ആ ഒരു ബട്ടൺ ഡിസേബിൾ ചെയ്യുക. അതോടുകൂടി നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ആപ്പ് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ആപ്പ് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു സെറ്റിങ്സിൽ നിന്ന് നമുക്കൊന്ന് പുറകോട്ട് വരാം. അതിനുശേഷം നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് ആപ്പ് അവിടെ വന്നിട്ടുണ്ടോ എന്ന് കാണാൻ കഴിയുന്നതാണ്. നമ്മൾ ഹൈഡ് ചെയ്ത ആപ്പ് തിരിച്ച് അൺഹൈഡ് ചെയ്ത് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് വരുമ്പോൾ നമ്മൾ എവിടെ നിന്നാണോ ഹൈഡ് ചെയ്തത് അവിടെ ആയിരിക്കില്ല കാണുക. നമ്മുടെ ഫോണിൻ്റെ ഏറ്റവും പുറകിലുള്ള പേജിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ് നമ്മുടെ ഫേസ്ബുക്ക് ആപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫോണിലുള്ള ആപ്പുകളൊക്കെ ഹൈഡ് ചെയ്യുകയും അൺഹൈഡ് ചെയ്യുകയും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നമ്മൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ആ സെറ്റിങ്സ് കാണിച്ച് നിങ്ങളെ ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് എടുക്കുന്ന റൂട്ട് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. നമുക്ക് ഹൈഡ് ചെയ്യുകയും അൺഹൈഡ് ചെയ്യുകയും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആപ്പും വാട്സാപ്പിൻ്റെ ആപ്പും നമുക്ക് ഇതുപോലെ അൺഹൈഡ് ചെയ്ത് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ അതൊക്കെ കാണിക്കുമ്പോഴത്തേനും ഈ വീഡിയോയുടെ ലെങ്ത് കൂടുമെന്നുള്ളതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞിട്ട് പോകാം. നമ്മുടെ ഫോണിൽ ഹൈഡ് ചെയ്ത് കിടക്കുന്ന എല്ലാ ആപ്പുകളെയും നമുക്ക് കാണുന്നതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ നമ്മൾ 2 വിരൽ ഉപയോഗിച്ച് മുകളിലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ഫോണിൽ എന്തൊക്കെ ആപ്പുകളാണ് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ആപ്പുകളൊക്കെ ഇതുപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കളെ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.